ഇവന്മാർ മുന്നിൽ നിന്നാൽ കോൺഗ്രസ് ഇത്തവണ രക്ഷപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളെ ഇന്നലെ BJP പുറത്താക്കി എന്ന വാർത്ത വരുമ്പോഴാണ് ഇയാൾ ഒരു BJP നേതാവായിരുന്നു, BJPയും ഈ നാടകത്തിന് പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. യുവതിയുടെ ഭർത്താവ് പാലക്കാട്ടെ ഒരു യുവമോർച്ച നേതാവാണ്. വി ഡി സതീശനും ഇടതുപക്ഷവുമാണ് രാഹുലിനെ വേട്ടയാടുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും കരുതിയിരുന്നത്. എന്നാൽ യുവതിയുടെ ഭർത്താവും രംഗത്തിറങ്ങിയതോടെയാണ് ഇത് സംഘം ചേർന്നുള്ള സംഘടിത ആക്രമണമാണ്, പ്ലാൻഡ് പദ്ധതിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇതോടെ പാലക്കാട്ട് BJP ജയിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന പല പഞ്ചായത്തുകളിലും കനത്ത പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും പ്രാദേശിക നേതൃത്വവും ഇയാളെ എത്രയും വേഗം പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇയാളെ യുവമോർച്ച നേതാവിൻ്റെ സ്ഥാനത്ത് നിന്നും പാർട്ടി നീക്കം ചെയ്തത്. രാഹുലിനെതിരെ ഇത്തരം ക്ഷുദ്രപ്രവർത്തനങ്ങളുമായി പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവിലാണ് രാഹുലിനെതിരെയുള്ള പണികൾ അവസാനിപ്പിക്കുവാൻ BJP നേതൃത്വം പരാതിക്കാരിയുടെ ഭർത്താവിന് അന്ത്യശാസനം നൽകിയത്. BJP നേതൃത്വം പോലും കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുതിരുത്തി. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. രാഹുലിന് പകരമെടുത്ത ആ പുളുന്താന്മാരെ കാണാനില്ലെന്ന് ജനങ്ങൾ പോസ്റ്റർ പോലും ഒട്ടിച്ചു കഴിഞ്ഞു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവന്മാരെ സ്ഥാനാർത്ഥികളാക്കുവാൻ കേക്കച്ചനും സംഘവും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ പറയുന്നത് ഈ 4 കോൺഗ്രസിന്റെ ശാപം. ഇവന്മാർ മുന്നിൽ നിന്ന് നയിച്ചാൽ വരുന്ന തവണ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങും എന്നാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ്. മിഷൻ 250യുടെ 89ാം ദിനമായ ഇന്ന് i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. ചങ്ങനാശ്ശേരി എന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ ചാനല് നിങ്ങൾ തുടങ്ങിയപ്പോൾ മുതലേ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കാരുടെ പ്രതികരണം എല്ലാം കേട്ടുകൊണ്ട് എനിക്കും വിളിച്ച് 2 വാക്ക് നിങ്ങളൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സെന്നെ നിർബന്ധിച്ചതാണ്. ഞാൻ ഈ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലും കുട്ടനാട് നിയോജകമണ്ഡലത്തിലുമായിട്ട് 1730 വോട്ടർമാരുള്ള UDF ആൾക്കാരാണ് ഞങ്ങൾ, കുടുംബം പാരമ്പര്യമായിട്ട്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കക്ഷിയാണ് ഇപ്പോൾ, അവനും ഷാഫി പറമ്പിലുമാണ് ഇപ്പം കോൺഗ്രസിന്റെ മുഖവും ഉണർവും ശക്തി എന്ന് പറയുന്നത്. അവരെ ഇളക്കിക്കൊണ്ടുവന്ന ഒരു ആരവം ഇവന്മാരെല്ലാം കൂടെ തല്ലിക്കെടുത്തി ഇവനെ മൂലയ്ക്കാക്കാനും മറ്റവരെ 3 പേരും മുഖ്യമന്ത്രിയും പിന്നെ വലിയ ആഭ്യന്തരമന്ത്രിയും പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ആകാനുള്ള ഒരുക്കത്തിലാണ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അതായത് ഈ സുനിലിന്റെ ഭാഷയെ പറഞ്ഞാൽ കേക്കച്ചൻ അല്ലെ, പിന്നെ സതീശൻ, ചുരുളിക്കുട്ടൻ, കരുണാകരന്റെ മകൻ മുരളീധരൻ, ഈ 3 പേരുടെ ഉദ്ദേശം അവനെ ഒതുക്കി മന്ത്രിസ്ഥാനത്ത് വരാമെന്നുള്ളതാണ്. അത് നടപ്പാകാൻ പോകുന്നില്ല. ഞങ്ങൾ കുറെ പേര് ഈ രാഹുലിന് വേണ്ടിയിട്ട് ഒരു സ്ക്വാഡ് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുക. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ പരിസരത്തുള്ള പല ഈ കോൺഗ്രസ് അനുഭാവികളും ഇവന്മാരുടെ മണ്ഡലത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോടി രൂപ ഞങ്ങൾ മുടക്കും. ഈ സതീശനെയും രമേശ് ചെന്നിത്തലേനെയും കരുണാകരന്റെ മകനെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ പ്രയത്നിക്കും. ഇവനെ രംഗത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചില്ലെങ്കിൽ, നമ്മുടെ ഈ മാങ്കൂട്ടത്തിനെ ഇവർ തഴഞ്ഞാൽ ഞങ്ങൾ അതാ ചെയ്യാൻ പോകുന്നത്. ഇവന്മാർക്ക് 3 പേർക്ക് എതിരായിട്ട് ഞങ്ങൾ ഒരു ശക്തമായ ഒരു സംഘടന ഉണ്ടാക്കും. എന്നിട്ട് കുറച്ച് കാശും ഞങ്ങൾ വിചാരിച്ചാൽ കുറച്ച് കാശൊക്കെ ഉണ്ടാകുന്നവരാ. കാശും ചെലവാക്കി അവന്മാർക്കെതിരെ ഞങ്ങൾ അവിടെ ആളിനെ ഇറക്കും. ഇവന്മാരെ 3 പേരെ ഞങ്ങൾ തോൽപ്പിക്കുകയും ചെയ്യും. ഈ പറയുന്ന മാതിരി ഇവനെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരാണ് ഷാഫിയും ഈ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പം കോൺഗ്രസിന്റെ ഒരു മുഖം എന്ന് പറഞ്ഞാൽ. വേറെ ആർക്കും 4 വാക്ക് ഒന്നിച്ച് മലയാളത്തിൽ പോലും പറയാൻ അറിയാത്തവരാ. ആരാ? ഈ സതീശനും രമേശും എല്ലാം ജഡ്ജിഞ്ഞാ വെക്കുക അല്ലാതെ ഞഞ്ഞാ പറയുന്നതല്ലാതെ അടിസ്ഥാനമായി ശക്തമായ ഭാഷയിൽ കൂടി ഈ കോൺഗ്രസിനെ ഉയർത്താൻ തക്കവണ്ണ ഉള്ള നാക്ക് ഇവർക്ക് 2 പേർക്കേ ഉള്ളൂ. പിന്നെ ഈ PJ കുര്യൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇനി അതൊന്നും പലരും ഒരുപാട് പേര് വിളിച്ച് തെറി പറയുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നത് സ്ഥിരം. ഒന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പം ഞങ്ങൾ ആ തരത്തിൽ പ്രയത്നിക്കും കുറച്ച് പേര്. ഇപ്പം സംഗതി എന്തുമാത്രം ആകുന്നുള്ള, ഇവന് സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ, ഇവന് ഈ ചെറുക്കന് മാങ്കൂട്ടത്തിന് പാലക്കാട്ട് സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ കാശ് മുടക്കും.
ഞങ്ങളൊരു 10-40 പേരുണ്ട്. ഇത്ര കാശ് മുടക്കും ഞങ്ങൾ. അതെ, അതെ. അതാണ് എൻ്റെ ടെക്നിക്ക്. അതാ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ പോലും 10, 75, 80 വയസ്സുള്ള പെണ്ണുങ്ങൾ പോലും വിളിച്ച് പറയുന്നുണ്ട്. അതെ. ഞാനിതെല്ലാം കേൾക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പറവൂരിന്നും പാലക്കാട്ടുനിന്നും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അവരെല്ലാം ഈ സതീശനെയും ചെന്നിത്തലേനെയും ചുരുളിക്കുട്ടനെയും, അതായത് ഉണ്ണിക്കുട്ടൻ, എന്നെ അവനെ ആൾക്കാർ വിളിക്കുമല്ലോ, കിങ്ങിണിക്കുട്ടൻ, അവനെ എന്ത് തെറിയാന്നറിയോ ഈ നാട്ടിലൊക്കെ ആൾക്കാർ പറയുന്നത്, കോൺഗ്രസ് അനുഭാവികളും ഇടതുപക്ഷവും പറയുന്നത്. ഇപ്പം ഇവനെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. അതിന്റെ കാര്യം എന്താ വെച്ചെന്നാൽ ഇവന്റെ ഒരു ഇതിലാണ്, ഇമേജിലാണ് ഇപ്പം കോൺഗ്രസ് നിൽക്കുന്നത്. അല്ലാതെ ഈ ശബരിമലയും കാര്യങ്ങളും മാത്രമല്ല, അതൊക്കെ കുറച്ച് ഘടകമുണ്ട്. ഇവനെ നിർത്തുന്നില്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. 100% പറയുന്നത് നേരെ BJP-യിലേക്ക് പോകും വോട്ട്. ഇതാണ് അവന്മാർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്. ചങ്ങനാശ്ശേരിയും പിന്നെ കുട്ടനാടും ഇവരെ തോപ്പിക്കും, UDF-നെ തോപ്പിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, ഈ നമ്മുടെ കൊടിക്കുന്നിൽ അവനെ കഴിഞ്ഞ ഇലക്ഷന് കഴിഞ്ഞ ഒരു കാലയളവിലെ ഈ ചങ്ങനാശ്ശേരിയിലൊരു മങ്കൊമ്പില് കുട്ടനാട് ആ ഭാഗത്തൊരു പരിപാടിക്ക് ഇവൻ വന്നിരുന്നു. അപ്പം ഇവൻ കുറച്ചുപേരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്നതൊക്കെ ഞങ്ങൾ പത്രത്തിൽ കൂടെയും നേരിട്ടുമൊക്കെ കണ്ടവരാ. ആരായി കൊടിക്കുന്നിൽ സുരേഷ്. അപ്പം കൊടിക്കുന്നിൽ സുരേഷിനോടുള്ള താല്പര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് കുറഞ്ഞു തുടങ്ങിയിരിക്കുക. കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ ജയിച്ചെന്ന് വിചാരിച്ച് അത് കോൺഗ്രസിന്റെ ആൾക്കാരുടെ വികാരം കൊണ്ട് അങ്ങ് ജയിച്ചു പോയതാ. അല്ല, കൊടിക്കുന്നിൽ സുരേഷിനുള്ള താല്പര്യം കൊണ്ട് ജയിച്ചതല്ല. കോൺഗ്രസിലെ കുറച്ച് പ്രവർത്തകരുടെ കഴുത്തിന് പിടിച്ച് കൊടിക്കുന്നിൽ സുരേഷ് തള്ളി മങ്കമ്പിലെ ഒരു ചടങ്ങിന്. അപ്പം ഇതെല്ലാം നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. ഈ കോൺഗ്രസിലെ മുന്നിട്ട് നിൽക്കുന്ന MP-മാരുടെ ഇവന്മാരുടെ ഒന്നും പ്രവർത്തനം ശരിയല്ല എന്നുള്ള ജനങ്ങൾക്കറിയാം. പക്ഷേ രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ കൊടിക്കുന്നിലിനെ ഈ ചങ്ങനാശ്ശേരി കൊണ്ടാവും ജയിച്ചത്. ഈ കൊടിക്കുന്നിൽ ജയിച്ചത് ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെ വോട്ടെണ്ണിയപ്പോഴാണ് ജയിച്ചത്. അതുവരെ 2000 കുറയും, 2000 കൂടും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. മാവേലിക്കരയുടെ റീജിയൻ ആ ഏരിയയിലൊക്കെ വരുമോ? ഉണ്ട്, ചങ്ങനാശ്ശേരി ഉണ്ട്. ചങ്ങനാശ്ശേരി വോട്ട് എണ്ണിയപ്പോഴത്തേക്കാണ് ഇവനൊരു 10-10,000 വോട്ട് ലീഡ് വന്നത്. അവസാനമാണ് ചങ്ങനാശ്ശേരി എണ്ണിയത്. ചങ്ങനാശ്ശേരിയിലെ കുറെ ഭാഗങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ വലിയൊരു കഥയുണ്ട്. അതെല്ലാം കത്തിച്ചാ രക്ഷപ്പെട്ടത്. അതിന്റെ ഒരു പ്രതിഷേധവും ഉണ്ട് ജനങ്ങൾക്ക്. ഇവന് ചില പ്രവർത്തകരുടെ കഴുത്തിന് പിടിച്ച് തള്ളി. അതിനൊന്നും ഇവൻ ആളായില്ല. ഇവനെ പ്രധാനമന്ത്രി ആയാൽ പോലും ഇവനോട് ഞങ്ങൾ ചോദിക്കും. അത് ചോദിക്കുന്ന വോട്ടിങ്ങും കൂടെ ഞങ്ങൾ ചോദിക്കും. അല്ലാതെ നമുക്ക് എന്നാ കാര്യം തന്നെ. അത് അവനെയും ബാധിക്കും. UDF-ന്റെ എന്റെ ഈ പ്രതിഷേധം ഞങ്ങളുടെ കുടുംബത്തിന്റെ തീരുമാനമാണ്, കുടുംബയോഗത്തിന്റെ തീരുമാനമാണ്. വിശ്വകല നമ്മുടെ ഉണ്ണിമൂന്നും പാലക്കാട് BJP-യിലേക്ക് വരാൻ പോകുന്നു. അപ്പൊ ഇത് സതീശന് പാലക്കാട് ഒരുത്തരും നിർത്തിയാൽ ജയിക്കാൻ പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടം അല്ല, അത് ആരെയും കൊണ്ടും പറ്റില്ല. അത് ഇയാൾ ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ. BJP കളിക്കുന്ന തന്ത്രം വലിയൊരു തന്ത്രം. വലിയ ആൾക്കാരെ വെച്ചിട്ടങ്ങ് എന്താ പറയാ, സുരേഷ് ഗോപിയെ കൊണ്ടാവണം. ഇവിടെ ഇപ്പൊ പാലക്കാട്ട് ഉണ്ണിമൂന്ത്, തിരുവനന്തപുരത്ത് ശ്രീലേഖ. BJP കളിക്കുന്ന കളിയൊന്നും സതീശന് മനസ്സിലാവുന്നില്ല. VD സതീശന് മനസ്സിലായില്ലേ? ഇത് ഭയങ്കര തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ രാഹുലിനല്ലാതെ ഞാൻ പറയുന്നത് ശബരിമലയും രാഹുലും ഒന്നുമല്ല, അതാരും ജയിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഇവര് തന്നെ വേണം. അല്ലെ ചാണ്ടി ഉമ്മൻ, ഇവരെയും കൊണ്ടൊക്കെ അല്ല സാധിക്കില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരുത്തരും കോൺഗ്രസ് ജയിക്കത്തില്ല. ഈ പോക്കാവുമെങ്കിൽ ഇത് നല്ല പോക്കല്ല കണ്ടിട്ട്. കിങ്ങിണിയെ കൊണ്ട് നിർത്തിയാൽ മങ്ങും മൊത്തത്തില്. മനസ്സിലായില്ലേ? അതിനൊന്നും ഇവിടെ ജയിക്കത്തില്ല. ജയിക്കുമെന്ന് ഓരോറപ്പും എനിക്കില്ല. ഞാൻ 3 അടിച്ചു പറയുന്നു കിങ്ങിണി ജയിക്കത്തില്ല. ഉള്ളത് മൊത്തം മങ്ങും. ഇവനെല്ലാം കാണിക്കുന്ന ആശ അവനവൻ തന്നെ പാരയായിക്കൊണ്ടിരിക്കുക. അതിനകത്ത് സത്യാവസ്ഥ. സ്വന്തം കഞ്ഞിയിൽ മണ്ണെടുത്തിടുന്നുണ്ടല്ലോ, വാരി ഇടുന്ന പോലെയുണ്ട്. VD സതീശന്റെ എന്ത് പറയുന്നതില്ല, എന്തൊക്കെയോ ആണെന്നുള്ള ധാരണയിലുള്ള സംസാരം പിടിച്ചടക്കിയ പോലെ. ഇങ്ങനത്തെ സംസാരം കൊണ്ടായില്ല, ബുദ്ധിയുടെ പ്രവർത്തിക്കണം ഇവിടെ. സംസാരമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങൾ നല്ലതൊന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ചിന്തിക്കണം, നല്ലപോലെ ആലോചിക്കണം ഓരോന്ന് ചെയ്യുമ്പോ. ഉണ്ണിമൂന്നിനെയൊക്കെ ഇവിടെ കൊണ്ട് സിനിമാക്കാരെയൊക്കെ ഇറക്കിയിട്ട് കാണിക്കുന്ന പരിപാടിയല്ലേ. തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ മത്സരിച്ചില്ല, അവിടെ ഉണ്ണിമൂന്നൻ ജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്.
BJP പാലക്കാട് കൊണ്ടുവന്നുള്ളതിന് സംശയമേ വേണ്ട. മാങ്കൂട്ടവും ഷാവിപ്പറമ്പിലും ഇവന്മാരൊക്കെ മത്സരിക്കാതെ ഇവന്മാരാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടിച്ചു പറയുന്നു, തൊപ്പിയിടും. മൂന്നരത്തരം ഇത് സാറ് എഴുതി വെച്ചു. നമുക്കവിടെ വോട്ടില്ല, എന്നാൽ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ. നടക്കുന്നത് ഇതെല്ലാം അന്യായമായിട്ട് തോന്നുന്നു. എത്രയോ നല്ല പയ്യൻ, അവന്റെ എത്രയോ നല്ല നല്ല പ്രസംഗങ്ങൾ ഷാവിപ്പറമ്പിലൊക്കെ പറയുന്ന കേട്ട എത്ര നല്ല നല്ല പ്രസംഗങ്ങളാ. ആരെയും ഒരു ഉപദ്രവിക്കുന്ന രീതിയിൽ, ആക്രമിക്കുന്ന രീതിയിൽ ഒന്നും അവരാരും സംസാരിക്കുന്നില്ലല്ലോ. ഒരു ഭാഗത്ത് പോലും അങ്ങനെ ഒരു പാർട്ടിക്കാരെ പറ്റി അങ്ങനെ ഒരു പുച്ഛമായിട്ടോ ഒന്നും അവരാരും പറയുന്നത് ഞാൻ കേട്ടില്ല. പക്ഷെ നമ്മുടെ നാട് നന്നാകണമെങ്കിൽ ഇവരൊക്കെ തന്നെ വരണം. ഞാൻ പറഞ്ഞിട്ട് ഈ ക്യാമ്പയിനൊക്കെ വെച്ചിട്ട് കുറെ പേരെയൊക്കെ കൂട്ടി ഒരു ക്യാമ്പയിൻ വെച്ചൂടെ? ജനങ്ങൾ ചെയ്യുക, പ്രതിഷേധിക്കുക. അല്ല, ഞാൻ പറയുന്നത് അതാ വേണ്ടിയത്. ഇതൊക്കെ എന്തോ പോക്കാ, എവിടെ പോയി നിൽക്കുന്നേന്ന് ഓർക്കുമായിരുന്നു. ഇന്നലെ എന്റെ സഭയ്ക്കുള്ളിൽ പോയിട്ട് ആരും കാണാതെ സ്വന്തം കാറിലല്ല പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു, രാവിലെ ന്യൂസിൽ കണ്ടു. VD സതീശൻ സ്വന്തം കാറിലാ പോയത്, ഔദ്യോഗിക വസതിയിലുള്ള കാറിലൊന്നും അല്ല പോയത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ നടക്കുന്നത് നാട്ടിലെ. തീർച്ചയായിട്ടും രാഹുൽ മത്സരിക്കണമെന്ന് ആഗ്രഹം. എങ്ങനെ എന്താകും, മത്സരിക്കണം, സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ചാനലും ഞാൻ കാണില്ല, ITA അല്ലാതെ. പക്ഷേ ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി പറയുന്ന എല്ലാ രംഗങ്ങളും എത്തിപ്പെടുന്ന, ഇനിയും എല്ലാ രംഗങ്ങളും എത്തിപ്പെടട്ടെ എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് സാറിനോട് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ വയനാട്ടിൽ KC വേണുഗോപാൽ, മറ്റേ ചെന്നിത്തല, മറ്റേ സതീശന്, ശശി തരൂര്, പിന്നെ വേറെ ഒരുത്തന്നെ എനിക്ക് പേര് കിട്ടുന്നില്ല സാർ, ഇവരെ സിദ്ദീഖ്, ഇതൊക്കെ എന്താണ് ഇവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാവരും ഇവിടെ നിന്ന് കോഴിക്കോടുള്ള അധിക പേരും മല കയറുന്ന സ്ഥലമാണ് വയനാട്, സുഖവാസ കേന്ദ്രമാണ്, രാഹുലിൻ്റെയും പ്രിയങ്ക ഗാന്ധിൻ്റെ സ്ഥലം. ഇവരൊക്കെ സൂഹിക്കാൻ വേണ്ടി വരുന്ന അവിടെ. എന്നിട്ട് അവൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ജിമ്മിൽ പോയിട്ട്, എന്ത് ജിമ്മ് ഇവന്, എന്ത് ജിമ്മ്? പണമുള്ളവനും ഇതുള്ളവനും വീട്ടിൽ അടുപ്പ് കത്തിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്ര ചതിയന്മാരുള്ള ഒരു ലോകം, ഇത്രയും ചതിക്കുന്നൊരു മനുഷ്യൻ. ഇവനെപ്പറ്റി എനിക്ക് നേരത്തെ അറിയുന്ന സാർ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവനെ പറ്റിയിട്ട് അറിയാം. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും പിന്നെ സാറിനോട് ആ ഒരു പെണ്ണ് സംസാരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഏറ്റവും അടുത്താണ് അവർ. ഇവരൊക്കെ തന്നെയാണ് ഇവിടെ റിസോർട്ടും കാര്യങ്ങളും മറ്റേതുമായിട്ട് ജീവിക്കുന്നത്. പുനർജന്മിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ റിസോർട്ടുകളാണ് പരവൂരൊക്കെ. ഏതായാലും ദൈവത്തിന് മുന്നിൽ സാറ് ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തി എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ആ കൂട്ടത്തിൽ നമ്മളുണ്ട്. ഏത് സമയത്തും പ്രാർത്ഥനയുണ്ട്, നേരിൽ കാണാനുള്ള ആഗ്രഹമുണ്ട്. അതിന് ദൈവം എത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് സെൽവീന്ന്. ഞാൻ ഇടുക്കിയിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു 9 വർഷം വരെ മുമ്പ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു സാറേ. ഞാനൊക്കെ സത്യത്തിൽ ഞാൻ ജയിലിൽ വരെ കിടന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്നെ കിടത്തി ഒരു സ്ത്രീ, ഒരു തെറ്റും ചെയ്യാതെ 20 ദിവസം ഞാൻ വെറുത്തു പോയത് അവര്. ഈ കൊച്ച് എന്തോ അവൻ എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രിയാകും. തെറ്റുണ്ട്. പണ്ട് സാറിന് അറിയാമോന്ന് അറിയത്തില്ല, ഈ മൂന്നാറിലെ കുപ്പസ്വാമി 3 പെണ്ണ് കെട്ടി. എന്നിട്ട് റാണിന്നും പറഞ്ഞ് ഒരു ഡോക്ടർ തിരുമാമ്പുള്ളി പോയി നിന്നതാണ് കൊല്ലത്ത്. അവിടെ നിന്ന് ആ പെണ്ണുമ്പിളേനെ കെട്ടിയതിനെ ഉപേക്ഷിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊച്ചുറാണി എന്ന് അവരുടെ പേര്. അവരിവിടെ ആയുർവേദ മരുന്ന് കൊടുത്ത് നിന്നൊരു പെണ്ണുമ്പിളയുണ്ട്. അവിടെ മരുന്നിടിക്കാൻ ഞാൻ പോയ ഒരു വ്യക്തി. അതാണ് ഞാൻ പറയുന്നത്. കുറച്ച് കാലം എന്നിട്ട് അവരുടെ സങ്കടം, അവർക്ക് ഈ കുപ്പസ്വാമി തലവർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇവിടെ ഹരിജനങ്ങൾക്ക് മാത്രമേ ഈ ദേവപുരം താലൂക്കിൽ എന്ന് MLA ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. 35 വർഷമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പൊ ഈ ഇങ്ങേര് തലവറായിരുന്നു, ഈ ദേവകുളത്ത് മണ്ഡലത്തിലെ തലവറായിരുന്നു. അവരൊക്കെ ഏത് രാഷ്ട്രീയ സാറേ പെണ്ണില്ലാത്തത്? ഈ ഇതേമാതിരി തെറ്റ് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കും അറിയാം. ഞാൻ രാഷ്ട്രീയത്തിൽ ഒത്തിരി വർഷം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നവളാ. അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് സത്യത്തിൽ എന്നോട് പോലും അനാവശ്യം പറഞ്ഞവരുള്ളവരുണ്ട്. ഞാനൊക്കെ 32 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വരെ അനുഭവമുള്ള കഥകളുണ്ട്. അപ്പൊ ഈ ചെറുക്കന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നല്ല. അത് പ്രായത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതേമാതിരി ഇട്ട് അവനെ തേച്ചോർക്കുമ്പോൾ
ഞാനൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊക്കെ ഒത്തിരി സ്ഥലത്ത് നേർച്ച നേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ തമിഴ്നാട് അമ്പലത്തിൽ പോകാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. തിരിച്ചാ കൊച്ചെടുത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാൻ സാറിനോട് പറയണത്, എൻ്റെ സങ്കടം പറയണ, സാർ ആ കൊച്ചിന് വേണ്ടി ഒരു ഇന്ന ദിവസമല്ല സാറ് കിടന്ന് കഷ്ടപ്പെടുന്നത്. അതേമാതിരി ഞാനൊക്കെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ഈ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയായ ആ മകൻ ഒത്തിരി എന്ന് വെച്ചാൽ കഷ്ടങ്ങൾ ഒത്തിരി അറിഞ്ഞു വളർന്ന, പാപങ്ങളുടെ വിഷമം അറിഞ്ഞ, ഒരു അമ്മയുടെ വിഷമം അറിഞ്ഞതാ, കൂടപ്പിറപ്പുങ്ങളുടെ വിഷമം അറിഞ്ഞ, ഒത്തിരി ഉള്ളിടത്തുനിന്നല്ല. അത് മാത്രമല്ല, അങ്ങനെ കാണുമ്പം ഒരു സൂര്യൻ ഉദിച്ച പോലെയല്ലേ, എന്തൊരു വിഷമം മാറും. ഞാൻ ചുമ്മാ ഞാൻ കോൺഗ്രസിലേക്കും കൂടിയിട്ടില്ല, ഞാൻ എന്നിലും കൂടിയിട്ടില്ലാതെ ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ഒരു പാർട്ടിയിലും അല്ല. അപ്പം എങ്കിലും ഈ കൊച്ചിനോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നും മനസ്സിൽ. ഏത് ഫീൽഡിൽ ചോദിച്ചാലും അങ്ങോട്ട് തർക്കിക്കാൻ നിന്ന് അതിന് മറുപടി നല്ല സത്യസന്ധതയായിട്ട് പറയുന്ന ഒരു മകൻ, എന്ത് ദോഷം അവന് വന്നു ചേർന്നതെന്നറിയത്തില്ല. അത്ര സങ്കടമുണ്ട്. ഞാൻ മൊബൈൽ താഴെ വെക്കൂല. ഇന്നലെയൊക്കെ ഞാൻ 7-ാം തീയതി എന്തോരം ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്നറിയത്തില്ല. അത്ര സങ്കടമുണ്ട്. ഈ കൊച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം, ജയിക്കും, തന്നെ പാർട്ടി ഉണ്ടാക്കിയ ഈ കേരളം മുഴുവനും അവന്റെ കൂടെ നിൽക്കും. ഞാൻ കോട്ടയം ജില്ലയിലെ ചെമ്മേഴുണ്ട് വീടിന്റെ അടുത്തുള്ള സെബാസ്റ്റ്യൻ, ഒരു 45 വർഷമായിട്ട് കോൺഗ്രസ്സുകാരനാണ്. എനിക്കൊരു 6 പേര് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രമേശ് ചെന്നിത്തലയും പിന്നെ വി.ഡി. സതീശനും കെ മുരളീധരനും KC വേണുഗോപാലും ഇവിടെ BJ കുര്യനും പിന്നെ വേറെ ആൾ പേര് പറഞ്ഞത്, അങ്ങനെ 6 പേര് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഷാഫി പറമ്പിലിനെ. 45 വർഷമായിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇവര് ഈ സ്ഥാനത്ത് വന്നാൽ ഈ രാജ്യം രക്ഷപ്പെടുള്ളൂ, എന്ന് വെച്ചാൽ കേരളം രക്ഷപ്പെടുള്ളൂ. ഈ ബാക്കിയുള്ള 6 പേരും തോക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനും. ചങ്ങനാശ്ശേരി വിളിക്കുന്ന വീട്ടമ്മയാണ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ, രാജ്മോഹൻ, പിന്നെ KC വേണുഗോപാൽ, ഇവർക്ക് 5 പേർക്ക് ബദലായിട്ട് സ്വതന്ത്രരെ നിർത്തണം. അവര് ഇനിയും നിയമസഭ കാണാൻ ഇടയാക്കരുത്. ഇനി അത് സാർ ചെയ്യണം. എനിക്കതേ പറയാനുള്ളൂ. രാഹുൽ നിരപരാധിയെ അവനെ നിർത്തണം. അവനെ സ്വതന്ത്രനായിട്ടെങ്കിലും നിർത്തണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ ന്യൂസൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങ് വല്ലാതെ വന്നിട്ടാണ് ഞാൻ സാറിനെ ഇത്രയും വിളിച്ചു പറഞ്ഞത്. നിലമ്പൂരിനാണ് വിളിക്കുന്നത്. സാറിന്റെ എല്ലാ പ്രോഗ്രാം കാണലുണ്ട്, എല്ലാ ചാനലിലെല്ലാം ഇത് കാണും. മാങ്കൂട്ടത്തിന്റെ ഇതിനെ പറ്റി സാറ് നടത്തുന്ന പരിപാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പയ്യൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസിന് K കരുണാകരന്റെ കോൺഗ്രസ്. ഞാൻ നിലമ്പൂർ ആര്യന്റെ അയൽവാസിയാണ്. ഈ മുരളി ഇവിടെ ഞങ്ങൾ വയനാട്ടിൽ നിന്നിട്ട് 1 ലക്ഷം വോട്ടിന് ഇതിലായിട്ട് നിന്നിട്ട് ഞങ്ങൾ മുരളിനും കരുണാകരന്റെ ഒക്കെ ഇപ്പൊ ഉറച്ചു നിന്ന ആളാണ്. അയ്യറിന്റെ ഇതല്ലേ, നമ്മള് പഴയ ഇന്ദിരാഗാന്ധിന്റെ കോൺഗ്രസിന്റെ ഒക്കെ ഒപ്പം ഇന്ദിരാഗാന്ധിന്റെ ഒപ്പം നിന്ന ആളുമാണ്. അപ്പൊ ഇപ്പൊ മുരളിന്റെ ഈ പ്രാവശ്യത്തെ ഈ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞോടുകൂടി മുരളിനായിട്ട് നമ്മൾക്ക് എല്ലാ ബന്ധം മതിപ്പും കഴിഞ്ഞു. മുരളി തീട്ട വർത്താനം പറഞ്ഞു കുറെ മാങ്കൂട്ടത്തിനെ പറ്റി, പിന്നെ പൊഴഞ്ഞ കൊള്ളി പുറത്താണ്, അങ്ങനത്തെ ഇതൊക്കെ പറയല അധികാരം എന്താ. ഇവന് 2 രൂപേനെ മെമ്പർഷിപ്പിന് തരണം എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരെ കാലും പിടിച്ച് കരഞ്ഞു നടന്ന ആളാണ് അതിന് ഈ മുരളി പറഞ്ഞ ആള്. മട്ടും ഭാവവും കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് അവന്റെ അതാ പറഞ്ഞു ഇവന്റെ തറവാട് സ്വത്തുമാതിരി തോന്നും. കോൺഗ്രസ് തന്നെ പടവൃക്ഷമാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവനില്ല. ഈ കോൺഗ്രസ് ഒരാൾ പോണം വരണ്ടെന്നൊക്കെ പറയാം. ആർക്കും അധികാരമില്ല, ഒരാൾക്കും അധികാരമില്ല. ഈ ലോകത്തിൽ ഒരാൾക്കും അധികാരമില്ല. പ്രസ്ഥാനത്തിൽ ചില സ്ഥാനത്ത് നിർത്താൻ പറ്റൂല എന്ന് പറയാൻ പറ്റുന്നില്ല. കോൺഗ്രസിക്ക് വരണ്ട പോകണ്ടെന്ന് പറയാൻ അധികാരം ആർക്കല്ലത്. ഈ ചെക്കുകൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഈ പിന്നെ 4 സാധനം സതീശനും മുരളിയും ചെന്നിത്തല, പിന്നെ വേറെ അറിയണ്ടല്ലോ ഈ പിന്നെ മഞ്ചേരി ഞങ്ങളെ ഇവിടുന്ന് ആട്ടിക്കുട്ടെ ഉണ്ണിത്താൻ, ഇവരൊക്കെ കോൺഗ്രസ്. ഞങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് വേണ്ടി അടിയും കൊണ്ട് തല്ലും കൊണ്ട് അവസാനം ഇന്ദിരാഗാന്ധി പിന്നെ ഭുവനേശ്വരത്ത് ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് സ്റ്റേജിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സേവതന്റെ ഇതിലായിട്ട് നടത്തുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അതറിയോ? ഞാൻ ഞാൻ സേവതന്റെ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. നമ്മള് ഇവിടെ ആര്യനായിട്ട് നമ്മള് വലിയ അതില്ല. പക്ഷെ ഇപ്പൊ ആര്യടം മരിച്ചതിന്റെ ശേഷം പിന്നെ ഇപ്പൊ ഗ്രൂപ്പ് എവിടെ എല്ലായിടത്തും ഗ്രൂപ്പാണ്. ഗ്രൂപ്പ്
എല്ലാ പ്രശ്നമല്ല ഇവിടെ പഴയ കോൺഗ്രസ് ആണ്. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഇപ്പോഴും കൈപ്പത്തി ചിഹ്നം ഇന്ദിരാഗാന്ധിന്റെ ചിഹ്നമാണ്. ഇന്ദിരാഗാന്ധി കൊണ്ട ചിഹ്നം. ഇന്ദിരാഗാന്ധിന്റെ ആ കോൺഗ്രസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. മുരളിനായിട്ട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. മുരളി കരുണാകരൻ, നമ്മളെ MP ഗംഗാധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പഴയ ടീമല്ലേ ഇവിടെ ഇതായിരുന്ന ആൾക്കാരെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. മുരളിനോട് എനിക്ക് ഒരു ഇതുമില്ല, ഒരു മതിപ്പുമില്ല. എല്ലാം കഴിഞ്ഞു ആ നാടിനോട്. ഈ ആൾക്കൂട്ടത്തിന് അവനില്ല കഴിപ്പെന്താ വെച്ചാല് തൃശ്ശൂര് കൊണ്ടേ അവനെ നിർത്തിയാലോ. അവന് പിന്നെ പാലക്കാട് നിൽക്കാൻ പുറപ്പെട്ടപ്പോ അവിടെ മാങ്കൂട്ടം കയറി നിന്നവന്റെ കുഴപ്പത്തിൽ ആ വൈരാഗ്യം തോന്നാ ചങ്ങായിക്ക്. പിന്നെ സതീശന് ഇവര് അവിടെ നിർത്തിയാണ്ട് അടുത്ത മന്ത്രിസഭയിൽ എന്തെങ്കിലും പണി കൊടുക്കാൻ തന്നെ സതീശനെ ഒപ്പിട്ട് നിർത്തിയേക്കാനായി. അങ്ങനത്തെ ഇതാണ് സാർ. ഏതായാലും നല്ല പരിപാടി നടത്തി. നിങ്ങൾ നല്ല ഇതാണ്. ഇന്നത്തെ നിങ്ങൾ പരിപാടി ഇന്നത്തെ കണ്ട് ഞാൻ കുറെ നിങ്ങളെ പിന്നെ നാടകത്തിനെ പറ്റി നടത്തിയാലോ. ആ നാടൻ നല്ല പരിപാടി ആയിക്കണം. സതീശന്റെ തൊല്ലി ഉരിഞ്ഞ് കാണിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഈ മാങ്കൂട്ടത്തിന് നല്ല അനുകൂലമായിട്ടാണ് ഇവിടെയൊക്കെ നല്ല ആൾക്കാരും. ഇപ്പം നമ്മളിവിടെ മുനിസിപ്പാലിറ്റിന് 36 വാർഡല്ല. 36 വാർഡില് പിന്നെ 36 വാർഡിൽ 4 വാർഡ് വെച്ചിട്ട് 28 വാർഡ് കോൺഗ്രസിന് തന്നെ ഉണ്ട്. പിന്നെ ലീഗിനും ഇതുണ്ട്. അങ്ങനെ കിട്ടിയാണ്. നല്ല ഇതാണ്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കോൺഗ്രസ് തന്നെ ആര്യാണ്ട് സുഖത്തിന്റെ ഇതിൽ നിൽക്കുന്നത്. സാറ് ഇത് പിന്നെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. തുടർച്ച എല്ലാവിധ പിന്തുണയുണ്ട് നമ്മളെ കേട്ടോ. എന്റെ പേര് അമ്മണി എന്ന് പറയും. ഞാന് ഒരു പ്രായം ചെന്ന് നടക്കാൻ കഴിവില്ലാത്ത ഒരു അമ്മയാ. ഞാൻ ഈ വാർത്തയെല്ലാം ഇതെല്ലാം കേട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാ. എനിക്ക് ആ രാഹുലിനെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. എന്തോ ചെയ്യാനാ, എനിക്ക് പറ്റത്തില്ല. ഞാൻ നടക്കാൻ കഴിവില്ലാത്ത ഓക്കറെ നടക്കുന്ന ഒരു വ്യക്തിയാ. എനിക്ക് ആ മോനെ ഒന്ന് കാണാൻ കൊതി വരുക. എല്ലാവരും പറയുന്ന കേട്ട് കഴിഞ്ഞിട്ടല്ല. എനിക്ക് ആദ്യം മുതലേ എനിക്കിത് മോനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാ. അവൻ ചാനലിൽ വന്നിരുന്ന് പറയുന്നതും അവൻ സമരത്തിന് നിൽക്കുന്നതും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഇതെല്ലാം ഞാൻ കാണുന്ന വ്യക്തിയാ. അന്ന് മുതലേ എനിക്ക് അവനെ ഇഷ്ടമായി. ഈ പ്രശ്നം വന്നപ്പോഴല്ല, പക്ഷെ ഈ പ്രശ്നം വന്നപ്പോ എനിക്ക് അവനെ ഒന്ന് കാണണം. അതെന്റെ വലിയ ആഗ്രഹമാണ്. എന്റെ സ്ഥലം പത്തനാപുരമാണ്. പക്ഷെ എനിക്ക് എന്റെ അവസ്ഥ ആരോടും പറയാൻ പറ്റത്തില്ല. എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ മോനെ പിന്നെ കോൺഗ്രസ് ഇങ്ങനെ ചതിക്കുന്നത് അത് എനിക്ക് മുരളിയെ പണ്ടേ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ രമേശ് ചെന്നിത്തല നല്ലവനാണെന്നും പറഞ്ഞിരുന്നതാ. പക്ഷെ ഇപ്പൊ ഓരോ വാർത്ത കേട്ട് ഞാൻ മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടിയെ ചതിച്ച മനുഷ്യനാണെന്ന്. എനിക്ക് ഉമ്മൻചാണ്ടിയോടും എനിക്കെല്ലാവരും അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലെങ്കിലും ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ വേറെ ഒരുത്തർക്കും ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ ആ മോനെ അനുഗ്രഹിക്കും ദൈവം. അവനോട് ഇത്രയും അവൻ നിന്നല്ലോ. അവനെ എല്ലാ ജനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 100 ഉണ്ടെങ്കിൽ 95% മനുഷ്യരുടെയും സപ്പോർട്ട് മോനുണ്ടാകും. താങ്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.